ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മുട്ടയും ബ്രെഡും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ കഴിക്കാം. കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് വേഗത്തിൽ ഉണ്ടാക്കി കൊടുത്ത് കഴിപ്പിച്ച് വിടാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇത് അത്രയ്ക്ക് ടേസ്റ്റുമാണ്. ഒരിക്കൽ കഴിച്ചാൽ പിന്നെ കുട്ടികൾ എന്നും രാവിലെ ഇത് തന്നെ ആവശ്യപ്പെടും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഓംലെറ്റ് ബ്രെഡ് ടോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗളിൽ 3 കോഴിമുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട്. മുട്ടയുടെ എണ്ണം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാല് ചേർക്കുക. ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതുണ്ടാക്കാൻ വേണ്ടത് 2 സ്ലൈസ് ബ്രെഡാണ്. ഒരു സ്ലൈസ് ബ്രെഡിലും നമുക്കിത് ചെയ്തെടുക്കാം. ഇതുണ്ടാക്കാൻ ഞാൻ 4 സ്ലൈസ് ചിക്കൻ സലാമി എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ പാനിൽ ബട്ടർ ചേർത്ത് ഒന്ന് മെൽറ്റ് ചെയ്യുക. ഇതിലേക്ക് ഈ സലാമി സ്ലൈസസ് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ 2 പുറവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങോട്ട് ഫ്രൈ ചെയ്യണ്ട, നേരിയതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതിയാകും. രണ്ട് പുറവും ലൈറ്റ് ബ്രൗൺ കളറിൽ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. പാനിലേക്ക് കുറച്ചുകൂടി ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായി മെൽറ്റായി കഴിയുമ്പോൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ബീറ്റ് ചെയ്ത മുട്ട ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്ക് ഇനി നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ബ്രെഡിൻ്റെ ഒരു സൈഡ് മുട്ടയിൽ മുക്കിയതിന് ശേഷം മറ്റേ സൈഡ് മുട്ടയുടെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ മറ്റേതും വെച്ച് കൊടുക്കാം. ഇനി ബ്രെഡിൻ്റെ സൈഡിലുള്ള മുട്ടയുടെ ഭാഗത്ത് നമുക്ക് കുറച്ച് കോറിയാണ്ടർ ലീവ്സ് ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊക്കെ ചേർക്കുമ്പോൾ മുട്ടയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. ബ്രെഡ് ഒഴിച്ചുള്ള ഭാഗത്ത് വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാൻ. ബ്രെഡിൻ്റെ പുറത്ത് വീണാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും 2 സൈഡിലും മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യണം. താഴെ ഭാഗം കുക്കായതിനു ശേഷം നമുക്കിത് മറിച്ചിടാം. മുട്ടയുടെ മുകളിലുള്ള സൈഡിലെ ഭാഗം കുക്കായിട്ടുണ്ടെങ്കിൽ താഴെ ഭാഗവും പാകമായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ മറിച്ചിടുമ്പോഴേക്കും പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായി കുക്കായതിന് ശേഷം മാത്രം മറിച്ചിടണം. തിരിച്ചിടുമ്പോൾ 2 സ്പൂൺ ഉപയോഗിക്കുന്നത് എളുപ്പമായിരിക്കും. ഇനി ബ്രെഡിൻ്റെ ഒരു സ്ലൈസിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സലാമി ചേർത്ത് കൊടുക്കാം. അതിന് പുറത്തേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചീസും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതൊന്നും ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ചേർക്കാതിരിക്കുക. ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ താഴെ ഭാഗം ഏകദേശം മുരിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ഇതൊന്ന് സൈഡിൽ നിന്ന് ബ്രെഡിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു ലോക്ക് ചെയ്യണ പോലെയാണ് ഇത് ചെയ്യുന്നത്. മറ്റേ 2 സൈഡിലും കൂടി വേണമെങ്കിലും അടക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് കോറിയാണ്ടർ ലീവ്സ് അതിൻ്റെ തണ്ടോട് കൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബ്രെഡ് ഒരെണ്ണം നമുക്ക് മറ്റേതിൻ്റെ മീതയിലേക്ക് മടക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു സൈഡ് ഏകദേശം മുരിഞ്ഞു കഴിയുമ്പോഴേക്കും ഇത് നമുക്ക് തിരിച്ചിടാം. ഒത്തിരി മുരിയണമെന്നുണ്ടെങ്കിൽ അതുപോലെ മുരിച്ചെടുക്കാം. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ബ്രെഡ് കൂടുതലോ കുറവോ മുരിച്ചെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് നല്ലതുപോലെ ബ്രെഡ് ഇത് മുരിഞ്ഞിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ. ഇനി താഴെ ഭാഗം കൂടി ഇതുപോലെ ആയതിനു ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം.
കുറച്ച് സമയം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ താഴെ ഭാഗവും മുരിഞ്ഞിട്ടുണ്ടാവും. ഒരു 30 സെക്കൻഡൊക്കെ വെച്ചാൽ മതിയാകും. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ഓംലെറ്റ് ബ്രെഡ് ടോസ്റ്റാണ്. വളരെ നല്ല ടേസ്റ്റാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. പിന്നെ മുതിർന്നവർക്ക് മുട്ട കഴിക്കാൻ പാടില്ലാത്തവരാണെങ്കിൽ നമുക്കിതിന് പകരമായിട്ട് കടലമാവ് കൊണ്ടുള്ള ഓംലെറ്റ് ഉണ്ടാക്കി നമുക്കിതുപോലെ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഇത് രണ്ടായി കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. ഇതൊരു പീസ് മതിയാവും ഒരാൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ഒരു 2 കുട്ടികളുണ്ടെങ്കിൽ ഇതൊരു പീസ് ഉണ്ടാക്കിയാൽ 2 പേർക്കും ആകും. അപ്പോൾ ബ്രെഡും മുട്ടയും കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.